വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ 57 പുസ്തകവും പുതിയ നിയമത്തിലെ 11 പുസ്തകവുമാണ് 4 അധ്യായങ്ങളിലായി വിവരിക്കുന്ന വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. സന്തോഷം, വിനയം, ഐക്യം, വിശ്വാസം എന്നിവയാണ് ഈ ലേഖനത്തിന്റെ പ്രധാന വിഷയങ്ങൾ. ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ജീവിതരീതികളിൽ പൗലോസിനുള്ള സംതൃപ്തിയും താൽപര്യവും അവരെ അറിയിക്കുകയുമാണ് ഈ ലേഖനത്തിന്റെ ഉദ്ദേശ്യം. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തെപ്പോലെ ഫിലിപ്പിയർക്കുള്ള ലേഖനവും കാരാഗ്രഹത്തിൽ വെച്ച് എഴുതുന്നതാണെന്ന് പൗലോസ് ഈ ലേഖനത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. യേശു തന്നെ ശൂന്യനാക്കി പിതാവിനോടുള്ള പരിപൂർണ വിധേയത്തിൽ കേവലം ഒരു അടിമയെപ്പോലെ കുരിശുമരണത്തിനു പോലും സന്നദ്ധനായതുകൊണ്ട് പിതാവായ ദൈവം അവിടുത്തെ മഹത്വപ്പെടുത്തി. ഈ മാതൃകയാവണം ഓരോ ക്രൈസ്തവനും സമൂഹത്തിനു വേണ്ടി തന്റെ അവകാശങ്ങളെ ബലികഴിക്കാനും തന്നെ സമർപ്പിക്കാനും പ്രചോദനം നൽകുന്നത്. നിസ്വാർത്ഥ സേവനത്തിലൂടെ ലോകത്തിന്റെ പ്രകാശമായിരിക്കാനുള്ള ആഹ്വാനവും തന്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ച വാർത്തകളും നൽകിയതിനു ശേഷം പരിച്ഛേദനവാദികളെ അകറ്റി നിർത്തേണ്ടതിന്റെയും ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലെ പുതുജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവിടുത്തെ സഹനത്തിലും മരണത്തിലും പങ്കുചേരേണ്ടതിന്റെയും ആവശ്യകതയാണ് വിശുദ്ധ പൗലോസ് ഊന്നി പറയുന്നത്. പൗലോസ് തടവിലായിരുന്നിട്ടും കർത്താവിൽ സന്തോഷിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. സാഹചര്യങ്ങൾ എങ്ങനെയായാലും ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നു. അഹങ്കാരവും സ്വാർത്ഥതയും ഒഴിവാക്കി പരസ്പരം സ്നേഹത്തോടെയും വിനയത്തോടെയും ജീവിക്കണമെന്ന് പൗലോസ് ഉപദേശിക്കുന്നു. എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തിനും ഉത്കണ്ഠപ്പെടാതെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അപേക്ഷകൾ അറിയിക്കണമെന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം ഹൃദയങ്ങളെ കാത്തുസൂക്ഷിക്കും. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.